എക്സ്പോയിൽ ഒരു സ്റ്റോളിൽ ഒരു ആയി കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഈ ടോയ് കാർ വെച്ച് കണ്ട കുറച്ച് കോപ്രായങ്ങളും കാര്യങ്ങളും കാണിച്ചു വിട്ടുള്ള പരിപാടി. ഇത് വെറും ടോയ് കാറല്ല. നിമിഷം ഒരു അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ കാറ് മാറിയാണ്ട് യന്ത്രമനുഷ്യനായി മാറല്ല എല്ലാ സെറ്റപ്പ്. ഇതിന്റെ സമയത്ത് കൊതുകും കുറച്ച് കൂടിപ്പോയപ്പോൾ എന്താ വില വരും ചോദിച്ചു. 200. രോമാന്റെ അടുത്ത് പറഞ്ഞു വിലയും മെച്ചം ഗുണമോ മെച്ചം. ധൈര്യമായിട്ട് അതിന്റെ മുകളിൽ കയറുന്നു, ഒന്നും സംഭവിക്കില്ല. അല്ല 2 കല വെച്ച് കണ്ട് ധൈര്യമായിട്ട് അതിന്മേൽ കയറുന്നു, ഒന്നും സംഭവിക്കില്ല. ഈ കളി എന്തായാലും നമുക്ക് ശരിയാവില്ല. റിട്ടേൺ പൂർണ്ണ വഴിക്കാണ് പുതിയ AI കണ്ടുമടുത്ത സ്ഥിതിക്ക് ഞാൻ നേരെ പോയി കണ്ട് ഒരു വിമാനം പറപ്പിക്കാന്ന് വിചാരിച്ചു. കുട്ടിക്കാലം മുതലുള്ള ആഗ്രഹമായിരുന്നു വിമാനം. ഇന്നത്തെ ഇതിൽ അത് എന്തായാലും മുതലായി. കാരണം ഇന്ന് പറപ്പിച്ചത് ജെറ്റായിരുന്നു. അപ്പൊ പോവാല്ലേ? ഓക്കേ. ഒരു പേടിയും പേടിക്കണ്ട, ധൈര്യമായിട്ട് മുറുകെ പിടിച്ചിരുന്നു. കാരണം ഒന്നും സംഭവിക്കില്ല. ടേക്ക് ഓഫിന് ഞാൻ ഇറക്കിയതിന് ശേഷമാണ് ഈ എക്സ്പോയിൽ എനിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാൻ പറ്റും. നീല വണ്ടി ഉണ്ടല്ലോ, ഇതൊരു അമേരിക്കൻ ബ്രാൻഡ് ആയിട്ടുള്ള ഒരു EV വെഹിക്കിൾ. അത് പക്ക ഒരു ലംബോർഗിന്റെ കോപ്പി. ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒടുക്കത്തെ ലുക്കും അതുപോലെ തന്നെ കംപ്ലീറ്റ്ലി EV വെഹിക്കിൾ അല്ല, ഹൈബ്രിഡ് ആയിട്ടുള്ള ഒരു സംഭവം. ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ ബ്രാൻഡ് നെയിമാണ്. ബ്രാൻഡ് നെയിം എന്ന് പറഞ്ഞാൽ കർമൈസ് ബൂമറാഗ് എന്നല്ലേ, അതുപോലെ തന്നെയാണ്. കാരണം ചെയ്യാൻ വേണ്ടി കണ്ട് എവിടെ അന്വേഷിച്ചെടുക്കണ്ട, കുറച്ചു നേരം വെയിലത്തിട്ടമ്മായി സംഭവം മനസ്സിലായില്ലല്ലോ. സോളാറിലാണ് ഈ വണ്ടി ഓടുന്നത്. സോളാർ സെല്ലിലെ ചാർജ് ഇറക്കി കഴിഞ്ഞാൽ പെട്രോൾ. ഈ വണ്ടി സോളാറിൽ ഏകദേശം നമുക്ക് 600 കിലോമീറ്റർ വരെ എന്ത് ചെയ്യാൻ പറ്റും. തീർന്നിട്ടില്ല, കുറച്ച് കാര്യങ്ങളോട് ഉണ്ട്. അപ്പൊ ബാക്കി കാര്യങ്ങളായിട്ട് നാളെ കാണാൻ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ.